ഇന്ന് ഈ സമയത്തെ നമ്മുടെ ലഘുവായ ധ്യാനത്തിനായി നമുക്ക് ഒരു വേദഭാഗത്തിൽ നിന്നല്ല, ചില വാക്യങ്ങളിൽ കൂടെ നമുക്ക് സഞ്ചരിച്ച് ഒരു വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന്, ആ വീട്ടിനകത്തുണ്ടാകുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ചില മനോഗതികളെ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇതിനകത്തുനിന്ന് ഒരു വലിയ ദൂത് നൽകുക എന്നതിനെക്കാട്ടിലുപരിയായി ആ സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് ഉണർത്തിയ ചില വിഷയങ്ങളെ എടുക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം സുപരിചിതമായിരിക്കുന്ന ഒരു ഭവനം, ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് പലപ്പോഴും നമുക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിൽ യേശു കർത്താവ് കടന്നു പോവുകയും അവിടെ പ്രഭാഷണം ചെയ്യുകയും ആ സമയത്ത് യേശു കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന മറിയയെക്കുറിച്ചും മാർത്തയെക്കുറിച്ചും ഒക്കെയും പറയുന്നുണ്ട്. യേശു കൂടെ ആ വീട്ടിൽ പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ യേശു കർത്താവ് ആ വീട്ടിൽ പോയ വളരെ പ്രസിദ്ധമായിരിക്കുന്ന അനുഭവം നമുക്കറിയാം. ലാസറിന്റെ മരണത്തോടനുബന്ധിച്ച് യേശു കർത്താവ് അവിടെ കടന്നുപോയ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലേക്കാണ് നമുക്ക് ഇന്ന് ഈ സമയം കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമുക്ക് അത് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാമത്തെ പാരഗ്രാഫ്, അതിന്റെ ആദ്യത്തെ 16 വാക്യങ്ങൾ യേശു കർത്താവ് ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് യേശു അറിയുന്ന വിഷയമാണ്. 17 തുടങ്ങി 44 വരെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ 53 വരെയുള്ള വിഷയങ്ങൾ യേശു കർത്താവ് വീട്ടിൽ ചെന്നതും അതിനനന്തരമായി നടന്നതുമായ വിഷയങ്ങളാണ്. അതിനുശേഷമായി നാം ശ്രദ്ധിക്കുമ്പോൾ യേശു കർത്താവ് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകുന്നതായ ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഇന്ന് 17-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ തുടങ്ങി ചില ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ, when Jesus came, he found that Lazarus had already been in the tomb for 4 days. ഇവിടെ നാം കാണുമ്പോൾ യേശു അവിടെ എത്തിയപ്പോൾ, when Jesus came, അവിടെ എത്തിയപ്പോൾ യേശു ആ വീട്ടിലെ ചില സാഹചര്യങ്ങളെ അറിയുകയാണ്. യേശു കർത്താവ് ഇതിനു മുന്നമേ ആ വീട്ടിലെ സാഹചര്യങ്ങളെ അറിഞ്ഞവനാണ്. യേശു കർത്താവ് ആ വീട്ടിലെ സാഹചര്യങ്ങളെ അറിയുന്നത് 3 അളവിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം അത് ശ്രദ്ധിക്കുമ്പോൾ ആ 11-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറയിച്ചു. അപ്പോൾ ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് യേശു അറിഞ്ഞത് അവർ ആളിനെ വിട്ട് പറയിച്ചു. അങ്ങനെ അവരുടെ അവസ്ഥ യേശു അറിഞ്ഞതായിട്ടാണ് അവിടെ പറയുന്നത്. അവർ ഒരു ദൂതനെ അയച്ചു, അവർക്ക് വേണ്ടി ഒരു മീഡിയേറ്റർ പോയി, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരുവൻ പോയി, അവർക്ക് വേണ്ടി യാത്ര ചെയ്ത് യേശുവിന്റെ അടുക്കൽ പോയി ഒരാൾ പറയുകയാണ്, ഗുരു, ലാസർ ദീനമായി കിടക്കുന്നു. യേശു ചോദിച്ചു, ആരാണ് പറഞ്ഞത്? അവർ പറഞ്ഞു കാണും, ആ മാർത്തയും മറിയയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. കർത്താവേ, ലാസർ ദീനമായി കിടക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ പലപ്പോഴും യേശു അറിയുന്ന ഒരു മാധ്യമം ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടി ചിലർ യേശുവിന്റെ അടുക്കൽ പോകും, നമുക്ക് വേണ്ടി ചില കർത്തൃദാസന്മാർ യേശുവിന്റെ അടുക്കൽ പോകും, നമുക്ക് വേണ്ടി മാതാപിതാക്കൾ യേശുവിന്റെ അടുക്കൽ പോകും, നമുക്ക് വേണ്ടി സ്നേഹിതർ യേശുവിന്റെ അടുക്കൽ പോകും. അവർ പോയി യേശുവിന്റെ അടുക്കൽ പറയും, കർത്താവേ, നിന്റെ സ്നേഹിതൻ ദീനമായി കിടക്കുന്നു. ഇന്ന് ഈ സമയം നാം കർത്തൃ സന്നിധാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ കർത്താവിന്റെ അടുക്കൽ പോയ അനേക ദൂതന്മാരെ നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കാം. നമ്മുടെ വേദനകൾ കർത്താവിനോട് അറിയിച്ച അനേക സഹോദരങ്ങൾ, ആത്മീയ പിതാക്കന്മാർ, ആത്മീയ സഹോദരങ്ങൾ, നമ്മുടെ കർത്തൃദാസന്മാർ. നമുക്ക് ഇന്ന് സന്ധ്യാവേളയിൽ അവരെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ദീനമായി കിടന്നപ്പോൾ
എനിക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവിന്റെ അടുക്കൽ എനിക്ക് പകരം ചെന്ന് എന്റെ വിഷയങ്ങൾ പറഞ്ഞവർ, എനിക്കൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ, എനിക്കൊന്ന് പോരടിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ, എനിക്കൊന്ന് ഉപവസിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി ഉപവസിച്ചവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അവർ നമ്മുടെ അവസ്ഥകളെ പോയി യേശു കർത്താവിന്റെ അടുക്കൽ അറിയിച്ചവരായിരുന്നു. എത്ര മനോഹരം! 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സഹോദരിമാർ ദൂതന്മാരെ പറഞ്ഞയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ പോയി പറയുകയാണ്, നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു. നമ്മളുടെ പല ദീനാവസ്ഥകളും, നമ്മളുടെ പല രോഗാവസ്ഥകൾ, നമ്മുടെ പല മാനസിക സംഘർഷങ്ങൾ, നമ്മുടെ പല ആവശ്യകതകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല പരിമിതികൾ, നമ്മുടെ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങൾ, ഇതൊക്കെ ദൈവത്തെ അറിയിച്ച ചില സഹോദരങ്ങൾ, സ്നേഹിതർ നമുക്കുണ്ട്. ഒരിക്കലും അവരെ മറന്നു പോകരുത്. നാം അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കാം. ഒന്നാമതായി യേശു കർത്താവിന്റെ അടുക്കൽ ആളുകൾ വന്ന് പറയുകയാണ് അവനെ കുറിച്ച്. രണ്ടാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ യേശു കർത്താവ് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവൻ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇവിടെ യേശു ലാസർ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവിടെ യേശുവിന്റെ അടുക്കൽ ആരുമൊന്ന് പറഞ്ഞതല്ല. യേശുവിന്റെ അടുക്കൽ ആരുമൊന്ന് പറഞ്ഞില്ല ലാസർ മരിച്ചുപോയി എന്ന്, ദീനമായി കിടക്കുന്നുവെന്ന്. യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അത് അറിഞ്ഞിരിക്കും. ഇല്ല എങ്കിൽ ഓക്കെ, യേശുവിന്റെ അടുക്കൽ ആരോ ഒന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ പറയാം, ലാസർ മരിച്ചു എന്നുള്ളത് യേശു അറിഞ്ഞു, പക്ഷെ അവനോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഇന്ന് ഈ രാത്രികാലം എൻ്റെ ദൈവമക്കളോട് ഞാൻ ധൈര്യത്തോടു കൂടി ഓർപ്പിക്കട്ടെ, പല ശിഷ്യന്മാരും അറിയാത്ത കാര്യങ്ങൾ ദൂരത്തിരുന്ന് അറിയുന്ന ഒരുവനാണ് നമ്മുടെ യേശു. ശിഷ്യന്മാർ അറിഞ്ഞില്ല, പക്ഷെ യേശു പറയുകയാണ്, അവൻ മരിച്ചുപോയി, അവൻ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഓക്കെ, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവന്റെ പനി കുറഞ്ഞു കാണും, അവൻ 5-6 ദിവസമായിട്ട് ഉറങ്ങാതെ കിടക്കുവാണെന്നല്ലേ അന്ന് അവര് വന്നപ്പോ പറഞ്ഞത്. ഏതായാലും അവൻ ഉറങ്ങാൻ തുടങ്ങിയല്ലോ, ഓക്കെ ആയി. അത് കേട്ടപ്പോൾ അവര് അങ്ങനെയാണ് കരുതിയത്. പക്ഷെ യേശു പറയുകയാണ്, അല്ല, അങ്ങനത്തെ നിദ്രയെ കുറിച്ചല്ല പറയുന്നത്, അവന്റെ കഥ കഴിഞ്ഞു, അവൻ മരിച്ചു. ആ ഒരു സാഹചര്യത്തെ ദൂരത്തിരുന്ന് അറിയുകയാണ്. ഈ രാത്രികാലവും ദൈവസന്നിധിയിലായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും എല്ലാം ഉറപ്പായി പറയുവാൻ കഴിയും, എൻ്റെ തലയിലെ മുടി പോലും അവൻ എണ്ണിയിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു, ദൂരത്തിരുന്ന് അവൻ എൻ്റെ നിരൂപണങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ നാം വായിച്ച വേദഭാഗം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ ഇപ്പോൾ യേശു ലാസറിന്റെ കുടുംബത്തിൽ നടന്ന വിഷയങ്ങളെ അറിയുകയാണ്. എങ്ങനെയാണ് യേശു അറിയുന്നത്? യേശു അവിടെ എത്തി അറിയുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു നമ്മുടെ അടുക്കലെത്തി നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു അനുഭവമുണ്ട്. യേശു നമ്മുടെ അടുക്കലെത്തി അറിയുന്ന അനുഭവം, നമ്മളെ കുറിച്ച് അറിയുന്ന അനുഭവം, ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ, യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ, യേശു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, യേശു നമ്മുടെ ഇടയിൽ വരുമ്പോൾ, യേശു നമ്മുടെ അടുത്ത് വരുമ്പോൾ, അവൻ നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തമായ അനുഭവങ്ങളെ ആഴമായി അറിയുകയാണ്. പ്രിയരെ, തിരുവെഴുത്തിൽ ഒരു വേദഭാഗത്തെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. 138-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം. 138-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. ഈ രാത്രികാലം എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ സന്ധ്യാവേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, എൻ്റെ ദൈവം ദൂരത്ത് നിന്നാണോ എന്നെ അറിയുന്നത്? അല്ല, ലാസറിന്റെ വീട്ടിലേക്ക് യേശു കടന്നു ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞു. ഈ സന്ധ്യാവേളയിൽ ആഗ്രഹിച്ചാട്ട്, നാഥാ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ അടുക്കൽ ഇറങ്ങി വരണമേ, ദൂരത്തിരുന്ന് അറിയുക
നോക്കുകയല്ലപ്പാ, സ്വർഗത്തിലിരുന്ന് എന്നെ നോക്കുകയല്ലപ്പാ, അതിലുപരിയായി ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരണേ അപ്പാ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വരണമേ അപ്പാ. യേശുവിന്റെ സ്നേഹിതനായിരുന്നു ലാസർ. ലാസറിന്റെ വീട്ടിലേക്ക് യേശു കടന്നു ചെന്നു. അവൻ അവിടെ എത്തിയപ്പോൾ അവനെ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. പ്രിയരെ, ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ, യേശു നമ്മുടെ അടുക്ക വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ യേശു നമ്മുടെ അരികെ വരുമ്പോൾ, നാം തനിയെ ഇരുന്ന് ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഞരങ്ങുമ്പോൾ, നാം അനുഭവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ നമ്മുടെ വിഷയങ്ങളെ ആഴമായി അറിയുകയാണ്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ദൂരത്തിരുന്ന് അറിയുന്ന ഒരു യേശുവല്ല, ആൾക്കാർ പറഞ്ഞറിയുന്ന ഒരു യേശുവല്ല, അരികത്ത് വന്നറിയുന്ന ഒരു യേശു. ഇന്ന് രാത്രികാലം എത്രയോ പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഓർത്ത് പറയുവാൻ കഴിയും, എൻ്റെ യേശു എൻ്റെ അരികെ വന്ന് എൻ്റെ കാര്യങ്ങളെ കേട്ടു, എൻ്റെ യേശു എൻ്റെ അരികെ വന്ന് എൻ്റെ കാര്യങ്ങളെ അറിഞ്ഞു, യേശു എൻ്റെ അരികെ വന്ന് എൻ്റെ വേദനകളെ അറിഞ്ഞു, എൻ്റെ അരികെ വന്ന് എൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞു. അരികെ വന്നറിയുന്ന ഒരു ദൈവം. ഈ രാത്രികാലം നമുക്ക് നമ്മുടെ യേശുവിനെ ഉറപ്പായിട്ട് പറയാം, അവൻ അരികെ വന്നറിയുന്ന കർത്താവാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആയിരിക്കുമ്പോൾ, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലായിരിക്കുമ്പോൾ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളോടുകൂടെ ആ പത്മോസിൽ കാലടി വെച്ചുകൊണ്ട് തന്റെ അടുക്കൽ വരുന്ന യേശുവിനെ യോഹന്നാൻ കണ്ടു. പത്രോസ് കടൽ തിരകളിൽ പടക് മുങ്ങുമാറാകുന്ന വേളയിൽ കടലലകൾക്ക് മീതെ കാലടി വെച്ച് തന്റെ അരികെ നടന്നു വരുന്ന യേശുവിനെ കണ്ടു. അടുത്തു വരുന്ന ഒരു യേശു. ഈ രാത്രി ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി പറഞ്ഞാട്ട് ഗർവിയെ അവൻ ദൂരത്ത് നിന്നറിയും. പക്ഷേ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അറിയും. അവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അറിയും. ഈ സന്ധ്യാവേളയിൽ ഞാനിത് പറയുമ്പോൾ അനേക ദൈവമക്കൾക്ക് ചില ഓർമ്മകൾ ഉണ്ടായിരിക്കും. വേദനയോടുകൂടെ ഉറങ്ങിയ രാത്രികളിൽ, ഉറക്കമില്ലാതെ അലഞ്ഞ സമയങ്ങളിൽ, ഉറക്കമില്ലാതെ വേദനയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന സമയങ്ങളിൽ, ചില സങ്കടങ്ങളുടെ വേളകളിൽ അരികെ വന്ന ദൈവ സാന്നിധ്യം, തഴുകി ഉറക്കിയ ദൈവ സാന്നിധ്യം, തട്ടി ഉണർത്തിയ ദൈവ സാന്നിധ്യം, ചേർത്തണച്ച ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യമാണ് നമ്മുടെ ഭാരങ്ങളെ കർത്താവ് അറിയുന്നുവെന്ന് ഉറപ്പായുള്ള ഒരു അനുഭവം. സ്തോത്രം. അടുത്തതായി നാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ ഭാഗത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക്, ആ സന്ദർഭങ്ങളിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ആ സഹോദരിമാർ രണ്ടുപേരും യേശുവിന്റെ അടുക്കൽ കടന്നു വന്നതായ 2 സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. 11-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 11-ാം അധ്യായം 20-ാം വാക്യം അവിടെ പറയുകയാണ്, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് ഇനിയും അതിന്റെ 28, 29 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നു. ബെഥാന്യയിൽ ലാസറിന്റെ വീട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് യേശു വരുമ്പോൾ മാർത്തയും മറിയയും യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. മാർത്ത യേശുവിന്റെ അടുക്കൽ ചെന്നത് യേശു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. എന്നാൽ മറിയ ചെന്നത് യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ യേശുവിന്റെ അടുക്കൽ ചെന്നു. ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്ന 2 സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, യേശു വരുന്നു എന്ന് കേൾക്കുമ്പോൾ. 2, യേശു വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ. ഇതിനെ ഞാൻ 2 ഭാഗമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത് ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെയാണ്. അതിൽ ഒന്ന്, നാം ഒക്കെ കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ, കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിൽ അവിടെ കർത്താവിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്, അവിടെ കർത്താവിന്റെ ആ സഭയിൽ ചില അനുഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്, ആ കർത്തൃദാസന്റെ അടുക്കൽ ചെന്നാൽ ഒരുപക്ഷെ രക്ഷ പ്രാപിക്കാം, ആ ദൈവസഭയിൽ ചെന്നാൽ രക്ഷ പ്രാപിക്കാം എന്ന് പറഞ്ഞ് ദൈവസഭയിൽ കടന്നു വന്ന അനേകരുണ്ട്. എന്നാൽ അതുപോലെ മറ്റു ചിലർ ദൈവസഭയിൽ കടന്നു വന്നവരുണ്ട്. അവർ ആരെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവശബ്ദം കേട്ട് കർത്താവ് വിളിച്ചു വരുത്തിയവരുണ്ട്. ഈ 2 വിഭാഗവും ദൈവസഭയ്ക്കകത്ത് ദൈവജനതയുടെ ഇടയിലുണ്ട്. അപ്പോൾ തന്നെ വേറൊരു വിഭാഗം ലോകത്ത് കാണും.
കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും കർത്താവിന്റെ അടുക്കൽ വരാത്തവർ, കർത്താവ് വിളിച്ചാലും കർത്താവിന്റെ അടുക്കൽ വരാത്തവർ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഭാഗ്യവശാൽ കർത്താവിന്റെ വിളി കേട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞോ നമ്മൾ അവിടെ എത്തി. ആ വിഷയം അവിടെ നിർത്തിക്കൊണ്ട് ഈ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ ആ സാഹചര്യത്തെ സഭായുഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു കർത്താവ് ഇവിടെ കടന്നു ചെല്ലുകയാണ്. യേശു കർത്താവ് കടന്നു ചെല്ലുന്നത് മരിച്ചവർ ഉയർക്കുവാൻ വേണ്ടിയാണ്, മരിച്ചവനെ ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിൽ കടന്നു ചെല്ലുന്നത്. അതിനെ ഞാൻ സഭയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, യേശു കർത്താവ് ലാസറിന്റെ വീട്ടിൽ ഇതിനു മുമ്പ് പോയിരുന്നു അവിടെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നത് മരിച്ചവനെ ഉയർപ്പിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ലോകത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവരാജ്യത്തെ പ്രസംഗിക്കുവാൻ. എന്നാൽ യേശു കർത്താവ് സഭയാകുന്ന ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിലേക്ക് പോയതുപോലെ യേശു കർത്താവ് സഭയാകുന്ന തന്റെ സ്നേഹിതന്റെ വീട്ടിലേക്ക്, സഭയാകുന്ന ഈ ലോകത്തിൽ സഭയിലേക്ക് താൻ കടന്നു വരികയാണ്. എന്തിനു വേണ്ടി? മരിച്ചവനെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം. ഏതായിരിക്കും അത്? റോമാലേഖനത്തിൽ പറയുന്നു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പ് ആകുന്നുവെങ്കിൽ അവരുടെ അംഗീകരണം, സ്തോത്രം, മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകുന്നു? അത് യേശു കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച്, യേശു കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ യേശു കർത്താവിന്റെ മടങ്ങിവരവ് ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് വിഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് മർത്ത, രണ്ട് മറിയം. ഇത് ദൈവസഭയ്ക്കകത്ത് രണ്ട് വിഭാഗങ്ങളാണ്. അവർ രണ്ടുപേരും യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. അതിൽ ആരാണ് ഒരാൾ? മാർത്ത. ആ മാർത്ത എന്താണ് ചെയ്യുന്നത്? യേശു വരുന്നുവെന്നറിഞ്ഞിട്ട് എതിരേൽപ്പാനായിട്ട്, യേശുവിന്റെ വരവറിഞ്ഞ് യേശുവിനെ എതിരേൽപ്പാനായി ഒരുങ്ങുന്ന ഒരു സമൂഹം. സ്തോത്രം. അതാരായിരിക്കും? അത് ജീവനോടെ ഇരിക്കുന്ന ദൈവസഭയായിരിക്കും. അത് ജീവനോടെ ഇരിക്കുന്ന ദൈവസഭ. സ്തോത്രം. ജീവനോടെ ഇരിക്കുന്ന ദൈവസഭ യേശു കർത്താവ് വരുന്നുവെന്നറിഞ്ഞ് എതിരേൽപ്പാനായി പുറപ്പെടുന്നവരാണ്. യേശു വരുന്നുവെന്നറിഞ്ഞ്. എന്നാൽ മറിയ യേശു വരുന്നുവെന്നറിഞ്ഞ് പുറപ്പെടുന്നവളല്ല. മറിയയുടെ അടുക്കൽ ചെന്നൊരു വാർത്ത ചെല്ലുകയാണ്. യേശു വിളിക്കുന്നു. അതാരായിരിക്കും? അത് മണ്ണിൽ മൃതിയടഞ്ഞ മൃതഗണങ്ങളായിരിക്കും. സ്തോത്രം. ആ മണ്ണിൽ മരിച്ചവർക്ക് യേശു വരാറായി എന്ന് അറിയാൻ പറ്റത്തില്ല, യേശു വരുന്നുവെന്ന് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. എന്താണ് കാരണം? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആ കാഹളനാദം അവരുടെ കാതുകളിൽ അടിക്കും. ഈ മണ്ണിൽ മറഞ്ഞ ഭക്തജനങ്ങളുടെ, മണ്ണിൽ മറഞ്ഞ വൃതഗണങ്ങളുടെ കാതുകളിൽ യേശു കർത്താവ് ആകാശമണ്ഡലത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇതേ നിങ്ങൾ മടങ്ങി വരുവീൻ, പൊടിയിൽ നിന്ന് നിങ്ങൾ തിരികെ വരുവീൻ എന്ന് വിളിച്ചു പറയുമ്പോൾ, ആമേൻ, മറിയ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. നിന്നെ വിളിക്കുന്നുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവസഭയുടെ ഉൽപ്രാപണം രണ്ട് വിധത്തിലായിരിക്കും. ഒന്ന്, കർത്താവ് വരുന്നുവെന്നറിഞ്ഞ് അവന്റെ വരവിനായിട്ട് ആവലോടെ ഒരുങ്ങി അവനെ എതിരേൽപ്പാനായി ഒരുങ്ങുന്ന ഒരു കൂട്ടർ. രണ്ട്, അവന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ട് രൂപാന്തര ശരീരികളായി ആകാശങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു കൂട്ടർ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ മാർത്തയുടെ ഗണത്തിലുള്ളവരാണ്. യേശു വരുന്നുവെന്നറിഞ്ഞ് എതിരേൽപ്പാൻ വേണ്ടി ചെന്നു. യേശു വരുന്നുവെന്നറിഞ്ഞ് ആ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുകയാണ്, യേശു വരുന്നുവെന്ന്. ആമേൻ. ദൈവവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, കർത്താവിന്റെ വചനം അതിന്റെ ഓരോ പ്രവചന നിവർത്തീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയുകയാണ്, യേശു കർത്താവ് മടങ്ങി വരികയാണ്. ആമേൻ. അത്തിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ, ഇസ്രായേലിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ നാം കാണുകയാണ് യേശു വരാറായി. ലോകരാഷ്ട്രങ്ങളിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, യേശു വരാറായി. പ്രപഞ്ചത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ പ്രപഞ്ചം വിളിച്ചു പറയുകയാണ്, യേശു വരാറായി. ലോകത്തിൽ പുതുതായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ, ആകാശത്തിന്റെ ലക്ഷണങ്ങളും മനുഷ്യരിൽ പെരുകി വരുന്ന പാപവും മനുഷ്യരിൽ പെരുകി വരുന്ന സ്വസ്നേഹവും ദൈവസഭയ്ക്കകത്ത് വരുന്ന വിശ്വാസ
പാപത്യാഗവും ദൈവജനത്തിനകത്ത് വരുന്ന മൂല്യച്യുതികളും ആമേൻ ലോകത്ത് പടർന്നു പിടിക്കുന്ന മഹാമാരികളുടെ മുൻപാകെ ശാസ്ത്രത്തിന്റെ ബലങ്ങളും ശക്തികളും വെറും വൃഥാവായി തീരുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും പകച്ചു നിൽക്കുന്ന ഈ കാലയളവിൽ ദൈവസഭ തിരിച്ചറിയുകയാണ് യേശു വരാറായി, യേശു വരാറായി. തിരുവെഴുത്തിൽ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമ്പോൾ ഭൂലോകത്തിന് എന്തു സംഭവിപ്പാൻ പോകുന്നുവെന്ന് ജാതികൾ നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകുമ്പോൾ ദൈവസഭ തിരിച്ചറിയുകയാണ് അവരുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകമാസകലം നിരാശയോടുകൂടെ പരിഭ്രമത്തോടുകൂടെ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു, രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുവാൻ പോകുന്നു, ഈ കൊറോണ എവിടെ ചെന്ന് തീരും, ഈ മഹാമാരി എവിടെ ചെന്ന് തീരും, ഈ പാൻഡമിക് സിറ്റുവേഷൻ എവിടെ ചെന്ന് തീരും, രാഷ്ട്ര തലങ്ങളിലെ അവസ്ഥകൾ എവിടെ ചെന്ന് തീരുമെന്ന് ആശങ്കപ്പെടുമ്പോൾ ദൈവസഭ തിരിച്ചറിയുകയാണ് വീണ്ടെടുപ്പ് അടുത്തുപോയി. യേശു വരുന്നു എന്ന് അറിഞ്ഞ് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. യേശു വരുന്നുവെന്ന് അറിഞ്ഞ് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. സഹോദരങ്ങളെ, യേശു വരുന്നുവെന്ന് നമ്മൾ അറിയുന്നവരാണ്, യേശു വരുന്നുവെന്ന് നമ്മൾ കേൾക്കുന്നവരാണ്. ആമേൻ. യേശു വരുന്നുവെന്ന് കേൾക്കുന്ന, യേശു വരുന്നുവെന്ന് അറിയുന്ന എന്റെ സഹോദരങ്ങളെ, അവനെ എതിരേൽപ്പാനായി പുറപ്പെടുന്ന ഒരു അനുഭവം, അവനെ എതിരേൽപ്പാനായി ആമേൻ ഒരുങ്ങുന്ന ഒരു അനുഭവം എന്നിലും നിങ്ങളിലും കാണപ്പെടുന്നുണ്ടോ? ആമേൻ. യേശു വരുമ്പോൾ അവനെ എതിരേൽക്കുവാനായി ഒരുങ്ങുന്ന പുറപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുന്ന ഒരു അനുഭവമായിരിക്കണം. മാർത്തയും മറിയയും യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. ഒരു കൂട്ടർ ശബ്ദം കേട്ട്, യേശു വിളിക്കുന്നുവെന്നുള്ള ആ ശബ്ദം കേട്ട് യേശുവിന്റെ അടുക്കൽ ചെന്നു. മറ്റൊരു കൂട്ടർ യേശു വരുന്നുവെന്ന് അറിഞ്ഞ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. നമുക്ക് ഈ നാളുകളിൽ യേശു വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. ഇല്ല, അവൻ വരുന്ന നാളിനു മുമ്പ് നാം ഒരുപക്ഷെ മണ്ണോട് മണ്ണ് ചേർന്ന്, നമ്മുടെ നയനങ്ങൾ അടഞ്ഞ്, നമ്മുടെ അതരങ്ങൾ തുറക്കാതെയായി, നമ്മുടെ ശ്വസന പ്രക്രിയകൾ നഷ്ടപ്പെട്ട്, നമ്മുടെ ശരീരം നിർജീവമായി നമ്മളെ കൊണ്ടുപോയി ഒരുപക്ഷെ മണ്ണിൽ പുതച്ചു വെച്ചേക്കാം. ഒരുപക്ഷെ നമ്മുടെ പേര് ഈ ലോകത്തിൽ നിന്ന് വിസ്മൃതമായേക്കാം. പക്ഷേ അവൻ വരുമ്പോ നമ്മളെ അന്വേഷിക്കാതിരിക്കത്തില്ല, അവൻ വരുമ്പോ നമ്മളെ അന്വേഷിക്കാതിരിക്കത്തില്ല. അടുത്തതായി അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. മാർത്ത ചെന്ന് സ്വകാര്യമായി മറിയുടെ അടുക്കൽ പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുക്കൽ പറഞ്ഞില്ല, സ്വകാര്യമായി പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇന്ന് ലോകത്തിൽ മണ്ണിലേക്ക് നോക്കിയാൽ കോടാനുകോടി മനുഷ്യരുടെ ശവങ്ങൾ ഭൂമിയിൽ പൊതഞ്ഞിട്ടുണ്ട്. മണ്ണിനകത്ത് കോടി കോടി മനുഷ്യരുടെ ശവങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ എല്ലാ ശവത്തിന്റെ അടുക്കൽ ചെന്ന് ഗുരു വന്നിട്ടുണ്ടെന്ന് പറയത്തില്ല. അതൊരു സ്വകാര്യ സന്ദേശമായിരിക്കോ. കർത്താവിന്റെ മടങ്ങിവരവ് രഹസ്യമായിരിക്കോ. കർത്താവിന്റെ മടങ്ങിവരവ് രഹസ്യമായിരിക്കും. സ്വകാര്യമായി വന്നിട്ട് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നെന്ന്. ആ സ്വകാര്യമായി യേശു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സ്വകാര്യമായി രക്ഷകൻ മടങ്ങി വരുന്നുവെന്ന് പറയുമ്പോൾ, ആ സ്വകാര്യ സന്ദേശം, ആ രഹസ്യവരവ്, ആ രഹസ്യവരവ്, ആ രഹസ്യവിളി, അത് കേൾപ്പാൻ എത്ര പേർക്ക് കഴിയും? മറിയ പറയുകയാണ്, രഹസ്യമായി ഞാൻ കേട്ടു, സ്വകാര്യമായി ഞാൻ കേട്ടു, യേശു മടങ്ങി വന്നു, യേശു എന്റെ വീട്ടിലേക്ക് വന്നുവെന്ന്. അവൾ എഴുന്നേറ്റ് പോയി. അവളെ കണ്ടപ്പോ പലരും എന്താ ചിന്തിച്ചതെന്നറിയാമോ? അവൾ യേശു വരുന്നുവെന്ന്, യേശു അവളെ വിളിക്കുന്നുവെന്ന് കേട്ട് അവൾ പുറപ്പെട്ടു പോകുമ്പോൾ അവളുടെ കൂടെ ഇരുന്ന യഹൂദന്മാരൊക്കെ ചിന്തിച്ചു, അവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുകയാണെന്ന്, അവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുകയാണെന്ന്. പക്ഷെ അവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുകയായിരുന്നില്ല, കല്ലറ തുറക്കുന്നവനെ എതിരേൽക്കാൻ പോവുകയായിരുന്നു. കല്ലറയ്ക്കൽ കരയാനല്ല മറിയ പോയത്, കല്ലറ തുറക്കുന്നവനെ എതിരേൽക്കാനായിരുന്നു പോയത്. അമേൻ, അമേൻ. ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് അടുത്തതായി നമുക്ക് കടന്നു വരാം. സ്തോത്രം. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 23-24 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മറിയയും മാർത്തയും യേശുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഈ മാർത്ത വളരെ വിശ്വാസത്തോടു കൂടെയാണ് യേശുവിന്റെ അടുക്കൽ സംസാരിക്കുന്നത്. 22-ാം വാക്യത്തിലേക്ക് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിക്കുന്നു. 22-ാം വാക്യത്തിൽ പറയുക, ഇപ്പോഴും നീ എന്ത് പ്രാർത്ഥിച്ചാലും സ്വർഗം ദൈവം പിതാവ് അത് തരുമെന്ന് എനിക്കറിയാം. അത് കേട്ട ഉടനെ യേശു അവളുടെ അടുക്കൽ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ അവൾ മാർത്ത യേശുവിനോട് പറയുകയാണ്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ
ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോ ആരംഭത്തിൽ മാർത്ത പറയുന്നത്, യേശുവെ നിന്നാൽ അസാധ്യമായതൊന്നുമില്ല, നീ ഇപ്പൊ പ്രാർത്ഥിച്ചാലും എല്ലാ കാര്യവും നടക്കും, അത് ഉറപ്പാ കർത്താവേ എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അവൾ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു, എനിക്കറിയാം ഒടുക്കത്തെ നാളിൽ എഴുന്നേൽക്കും. അതുവരെ അവൾ പറഞ്ഞത് നീ ഇപ്പൊ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാ. പക്ഷെ വാഗ്ദത്തം പറഞ്ഞപ്പോ അവൾ പറയുന്നത് ഒടുക്കത്തെ നാളിൽ എഴുന്നേൽക്കും. ഇപ്പൊ മിറക്കിൾ സംഭവിക്കൂ എന്ന് പറയുമ്പോ അവൾ പറയുകയാണ്, എനിക്ക് ഉപദേശമെല്ലാം അറിയാം, ഒടുക്കത്തെ നാളിൽ ഒരു പുനരുദ്ധാനം ഉണ്ടെന്നറിയാം, ആ നാളിൽ എഴുന്നേൽക്കുമെന്നറിയാം. അപ്പൊ യേശു അവളുടെ അടുക്ക് പിന്നെയും പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പൊ യേശു ചോദിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, നീ ഇത് വിശ്വസിക്കുന്നോ? അപ്പൊ അവൾ തിരിച്ചെന്താ പറയുന്നതെന്നറിയോ? 27-ാം വാക്യത്തിൽ അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. യേശു അവളുടെ അടുക്ക ചോദിച്ചത്, ഞാൻ മിശിഹയാണെന്ന് നീ വിശ്വസിക്കുന്നോ എന്നല്ല ചോദിച്ചത്, ഞാൻ ക്രിസ്തു ആണെന്ന് നീ വിശ്വസിക്കുന്നോ എന്നല്ല ചോദിച്ചത്. എന്നിൽ ഒരുത്തൻ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും, അത് നീ വിശ്വസിക്കുന്നോ എന്നാ ചോദിച്ചത്. അവൾ പറഞ്ഞു, നീ ക്രിസ്തു ആണെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മളിൽ അനേകരുടെയും ജീവിതത്തിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ നിനക്ക് അസാധ്യമായത് ഒരു കാര്യമില്ല, ഇപ്പോഴും മതി, ഒരു വാക്കുമതി കർത്താവേ, അതൊക്കെ നടക്കും കർത്താവേ. അപ്പൊ നമുക്കൊരു ദൂത് കിട്ടി, നിന്റെ സഹോദരൻ എഴുന്നേക്കാൻ പോവാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ലെവലൊക്കെ പറഞ്ഞിട്ട് പറയാം, ഓ കർത്താവേ, എനിക്ക് ഉപദേശമെല്ലാം അറിയാം, മരിച്ചവരൊക്കെ ഉയർക്കുമെന്നറിയാം, ഒടുക്കത്തെ നാളിൽ അതൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. കാര്യത്തോട് അടുത്ത് വന്നപ്പോ അവളുടെ ഫെയ്ത്ത് ട്രഡീഷണൽ ഫെയ്ത്തിലേക്ക്, ആ ഡോക്ട്രിൻസിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അവൾക്ക് ഒരു മിറക്കിളിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഡോക്ട്രിനിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ അവൾ ഡോക്ട്രിനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഒരു മിറക്കിളിൽ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മളിൽ അനേകരുടെ വിശ്വാസം ഈ ഒരു നിലവാരത്തിലാണ്. യേശു അവളുടെ അടുക്ക പറഞ്ഞു, മരിച്ചവൻ ജീവിക്കും, അതാ ഞാൻ പറഞ്ഞത്, അത് നീ വിശ്വസിക്കുന്നുണ്ടോ? അവള് തിരിച്ചു പറഞ്ഞു, നീ ആ മിശിഹ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർത്താവെ, നീയാണ് ഏക ദൈവം, നീയാണ് ഏകപുത്രൻ, കർത്താവെ വേറെ മധ്യസ്ഥന്മാരില്ല, കർത്താവെ നീയാണ് എന്റെ രക്ഷകൻ, കർത്താവെ നീ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു, നീ ഒലിവുമലയിൽ യഹൂദന്മാരെ രക്ഷിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു, നീ സഹസ്രാബ്ദം വാഴുമെന്ന് വിശ്വസിക്കുന്നു, നീ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നെന്ന് വിശ്വസിക്കുന്നു, നീ നല്ല ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, നീ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ശരിയാണ്, ഐ ബിലീവ് ഓൾ. നിന്റെ സഹോദരൻ ജീവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു. കർത്താവെ, ഒടുക്കത്തെ നാളിൽ ഒരു പുനരുദ്ധാനം ഉണ്ടെന്ന് എനിക്കറിയാം. പ്രിയരെ, ഡോക്ട്രിൻസിലുള്ള ഒരു ഫെയ്ത്ത് അല്ല, ഉപദേശത്തിലുള്ള ഒരു വിശ്വാസമല്ല, അതിലുപരിയായി എന്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ആകുമെന്നൊരു വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് അവിടെ ആവശ്യം. പക്ഷേ മാർത്തയ്ക്ക് ആ വിശ്വാസമില്ലായിരുന്നു. ഇന്ന് നമ്മളിൽ അനേകർക്കും മാർത്തയുടെ വിശ്വാസമുണ്ട്, ഉപദേശത്തിൽ വിശ്വാസമുണ്ട്, ബൈബിളിൽ വിശ്വാസമുണ്ട്, അപ്പോസ്തല പ്രവർത്തികളിൽ വിശ്വാസമുണ്ട്, സുവിശേഷങ്ങളിൽ വിശ്വാസമുണ്ട്, ലേഖനങ്ങളിൽ വിശ്വാസമുണ്ട്, സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതെല്ലാം സത്യമാണെന്നറിയാം, പെന്തക്കോസ് ശരിയാണെന്നറിയാം, അഭിഷേകം ശരിയാണെന്നറിയാം, അന്യഭാഷ ശരിയാണെന്നറിയാം, കർത്താവ് മടങ്ങി വരുമെന്നറിയാം, സ്വർഗം ഉണ്ടെന്നറിയാം, നരകം ഉണ്ടെന്നറിയാം, ഇതെല്ലാം നമുക്കറിയാം, ഇതിലെല്ലാം നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെങ്കിൽ എന്റെ സഹോദരൻ ജീവിക്കുമോ? എന്റെ സഹോദരൻ ജീവിക്കുമോ? ഈ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ട്രിൻസിലുള്ള ഒരു വിശ്വാസത്തിലുപരിയായി മിറക്കിൾസിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തേണ്ട കാലഘട്ടമാണിത്. യേശു കടന്നു വന്നിരിക്കുന്നത് ഡോക്ട്രിൻസിനെ ഉറപ്പിച്ചിട്ട് പോകാനല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനാണ്. ഈ നാളുകളിൽ എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? എത്ര ദൈവമക്കൾ അതിനെ ആഗ്രഹിക്കുന്നു? ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകും, ഒരു 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 മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് രക്ഷപ്പെടുകയാണ്. ഡോക്ട്രിനൽ വിശ്വാസമല്ല. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടേ ചെയ്യത്തുള്ളൂ, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല.
അങ്ങനെയല്ല. ദോഷമായിട്ട് എന്ത് സംഭവിച്ചാലും എല്ലാം നന്മയ്ക്ക്. ജീവിതത്തിലെ ഉപദേശങ്ങളെ കൊണ്ട് ആശ്വാസം കൈക്കൊണ്ട് എങ്ങനെയെങ്കിലും ആ പൊത്തുവരുത്തപ്പെട്ട ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ പോകുന്നതല്ല. ലോകത്തെ ജയിക്കുന്ന ജയമാ വിശ്വാസ. ലോകത്തിൽ തോറ്റിട്ടിരുന്ന് കരയുമ്പോ എല്ലാം നന്മയ്ക്കെന്ന് ആശ്വസിക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസം, ജയിക്കാനുള്ളതാ നമ്മുടെ വിശ്വാസം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ആശ്വസിക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസം, ആമേൻ, ജയിക്കാനുള്ളതാ നമ്മുടെ വിശ്വാസം. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ ചെയ്യട്ടെ. ആമേൻ. ഉപദേശങ്ങളിൽ നാം എല്ലാം വിശ്വസിക്കുന്നു, പക്ഷേ ആ ഉപദേശത്തിന്റെ പ്രായോഗിക തലം നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ നാം ആഴമായി വിശ്വസിക്കുന്നവരും അധികമായി പ്രാർത്ഥിക്കുന്നവരുമായി കാണപ്പെടുവാൻ നമുക്ക് വാഞ്ചയുള്ളവരായിരിക്കാം. മാർത്ത പറയുകയാണ്, ഒടുക്കത്തെ നാളിലെ ഉയർപ്പിൽ വിശ്വാസമുണ്ട്, ഇന്ന് ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെയും പറയുകയാണ്, നീ മരിച്ചവൻ ജീവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവള് പറയുക, നീ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നു. യേശു വിശ്വസിക്കുന്ന പറയുന്ന വിഷയത്തെ, യേശു ഇപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്ന വിഷയത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയരെ, എന്നെങ്കിലും കർത്താവ് വരുമെന്നുള്ളതിനെ കുറിച്ചൊരു വിശ്വാസമല്ല, ഇന്ന് എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസം. ഈ നാളുകളിൽ ആ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ അവസ്ഥയെ കൊണ്ടുപോകാം. വീണ്ടും അടുത്തതായി 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യത്തെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അത് അവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ വിശേഷതയെ നമുക്ക് കാണുവാൻ കഴിയും. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മാർത്തയും മറിയയും രഹസ്യമായി സംസാരിക്കുകയാണ്, സ്വകാര്യമായി സംസാരിക്കുകയാണ്. ഇവർ സ്വകാര്യമായി പറയുമ്പോഴും യേശുവിനെ എന്തായിട്ടാണ് പറയുന്നത് അറിയാമോ? ഗുരു വന്നിട്ടുണ്ട്, ടീച്ചർ വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പലരെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ, പരസ്യമായി സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കും. അദ്ദേഹം വന്നിട്ടുണ്ട്, സാറ് വന്നിട്ടുണ്ട്, അങ്കിള് വന്നിട്ടുണ്ട്, അപ്പച്ചൻ വന്നിട്ടുണ്ട്, ആന്റി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം കേൾക്കാതെ വീട്ടിലാതെ പറയും, അങ്ങേര് വിളിച്ചായിരുന്നു കേട്ടോ, പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു കേട്ടോ. ചിലപ്പോ ഒക്കെ നമുക്ക് ഫോൺ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭർത്താവ് പറയും ഭാര്യയുടെ കൊടുക്കാമെന്ന്, അങ്കിള് പറയും ആന്റിയുടെ കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് ഈ ഫോൺ പെട്ടെന്ന് അങ്ങ് മ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇന്നാരാ വിളിക്കുന്നത്, ആരാ വിളിക്കുന്നത്, അവിടുത്തെ അങ്ങേരാ വിളിക്കുന്നേ. പിന്നെ വീട്ടിൽ ചിലപ്പോ അവർക്കൊക്കെ ഒരു ഇരട്ടപ്പേരും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ അവർ രഹസ്യമായി പറയുമ്പോ വേറൊരു പേരായിരിക്കും പറയുന്നത്. എന്നാൽ ഇവിടെ അവർ സ്വകാര്യമായി മാർത്തയും മറിയയും യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു ക്വാളിറ്റിയാണ്. പരസ്യമായി വിളിക്കുന്നത് തന്നെ രഹസ്യമായി വിളിക്കുന്നു. മാർത്ത യേശുവിന്റെ അടുക്കൽ ചെന്ന് ഗുരു എന്നൊക്കെ പറഞ്ഞേക്കും. വേണമെങ്കിൽ സ്വകാര്യമായി ചെന്നിട്ട് പറഞ്ഞേക്കും, എടി അങ്ങേര് വന്നിട്ടുണ്ട് കേട്ടോ, വയ്യാതെ കിടന്നപ്പം തിരിഞ്ഞു നോക്കിയില്ല, ചത്തപ്പോഴും വന്നില്ല, 4 ദിവസം കഴിഞ്ഞപ്പോ അങ്ങേര് വന്നിട്ടുണ്ട്, പിന്നെ വിളിക്കുന്നു, വാ. ഈ രീതിയിൽ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നമ്മളാണെങ്കിലും ആ രീതിയിൽ ഒരുപക്ഷെ പറഞ്ഞു പോയേ. പക്ഷെ സഹോദരങ്ങളെ, നാം അവിടെ ശ്രദ്ധിക്കുമ്പോൾ ആ സ്വകാര്യമായി അവർ തമ്മിൽ പറയുമ്പോൾ അപ്പോഴും അവർ യേശുവിനെ ഗുരു 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 ഗുരു, അതിന്റെ അപ്പുറത്തിൽ നിന്നൊന്നും പോയില്ല. ഇതിനെ ഞാൻ 2 ഭാഗമായി പറഞ്ഞു കൊള്ളട്ടെ. ഒന്ന്, പരസ്യമായി നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നുവോ, പരസ്യമായി നാം എങ്ങനെ ആത്മാവിൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നുവോ, പരസ്യമായി നമ്മൾ എങ്ങനെ കർത്താവിനെ, വിശ്വാസത്തെ, സ്നേഹത്തെ ഏറ്റുപറയുന്നോ, അതുപോലെ ദൈവവുമായ ഒരു ബന്ധം നമുക്ക് രഹസ്യമായി ഉണ്ടായിരിക്കണം. പരസ്യമായ ആത്മീയ ജീവിതത്തിന്റെ അതേ നിലവാരം നമ്മുടെ രഹസ്യ ജീവിതത്തിലും ഉണ്ടാകണം. സഭയ്ക്കകത്ത് നമ്മൾ എത്ര ആത്മീയരാണോ അതേ ആത്മീയത നമ്മുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കണം. സഭയ്ക്കകത്തുള്ള ആത്മീയത. പാസ്റ്ററുടെ മുമ്പാകെ ഭാര്യയും ഭർത്താവും എത്ര സ്നേഹമാണോ അതേ സ്നേഹം വീട്ടിനകത്ത് ആരുമില്ലാത്തപ്പോഴും ആ ഒരു മര്യാദയും ബന്ധവും ജീവിതത്തിനകത്തുണ്ടാകണം.
പല ദൈവമക്കളും ദുഃഖകരമെന്ന് പറയട്ടെ, മറ്റുള്ളവരുടെ മുൻപാകെ അഭിനയിച്ചു കാണിക്കുന്ന അവസ്ഥകളിലാണ്. എന്നാൽ ഇവർ അവിടെ അഭിനയിക്കുകയല്ല, സ്വകാര്യമായും അവർ പറയുകയാണ് ഗുരു എന്ന് പറയുകയാണ്. ഈ നാളുകളിൽ ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വകാര്യതകളിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും, സ്വകാര്യതകളിൽ നാം ധാർമ്മിക മൂല്യങ്ങളെ സൂക്ഷിക്കുന്നവരും, സ്വകാര്യതകളിൽ നാം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കണം. വീണ്ടും അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒന്നാമതായി 17-ാം വാക്യത്തിൽ നാം വായിച്ചു, യേശു വന്നു അവിടുത്തെ അവസ്ഥയെ അറിഞ്ഞു എന്ന് പറയും. വീണ്ടും അടുത്തതായി അതിന്റെ 35-36 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, 35-36 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, യേശു കണ്ണുനീർ വാർത്തു, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവ് വരാതെ ഇരുന്നപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നേക്കാം, യേശുവിന് ഇവനോട് വല്ല സ്നേഹം ഉണ്ടായിരുന്നു? യേശുവിന് ഇവനോട് വല്ല സ്നേഹം ഉണ്ടായിരുന്നു? യേശു എന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നോ? ദൈവത്തിന് നമ്മളോട് കരുതൽ ഉണ്ടായിരുന്നോ? ദൈവത്തിന് നമ്മളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, കടന്നു വരുന്നുണ്ട്, കടന്നു വരാം. ലാസറിന്റെ വീട്ടിൽ യേശു കടന്നു ചെല്ലാതിരുന്നപ്പോൾ അവിടെ ഒരു പൊതുവായ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, എന്നാലും യേശു വന്നില്ലല്ലോ. യേശുവിന് അത്രയ്ക്കൊക്കെയുള്ള കരുതലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ യേശു അവിടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന സാഹചര്യം അവിടെ പറയുന്നത് ഇങ്ങനെയാകുന്നു. യഹൂദന്മാർ പറയുകയാണ്, നോക്കൂ അവൻ എത്ര പ്രിയമുണ്ടായിരുന്നു, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ എവിടെയെങ്കിലും ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് മനുഷ്യർ പറഞ്ഞിരുന്നേക്കാം. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് കരുതലില്ലെന്നും മനുഷ്യൻ പറഞ്ഞിരുന്നേക്കാം. പക്ഷെ വിശ്വസിക്കാൻ, യേശു ഒരിക്കൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് യഹൂദന്മാരുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ വെളിപ്പെടുത്തും എന്നോട് എത്രമാത്രം പ്രിയമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തും. യേശു ലാസറിന്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ വെളിപ്പെടുത്തിയ ഒരു സംഗതി, ലാസറിനോട് എത്രമാത്രം പ്രിയമുണ്ടായിരുന്നുവെന്ന് യേശു വെളിപ്പെടുത്തി. യേശു കർത്താവ് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന രണ്ട് അനുഭവങ്ങൾ എന്തെന്നാൽ, ഒന്ന്, യേശു കാൽവറിയിൽ തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. തന്റെ പുത്രനെ നമുക്ക് നൽകുമ്പോൾ സ്വർഗം കാൽവറിയിൽ തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു, എക്സിബിഷൻ ഓഫ് ലവ്. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ യേശു കർത്താവ് ഇടപെടുമ്പോൾ അവൻ നമ്മളോട് എത്ര സ്നേഹമുണ്ടായിരുന്നു എന്ന് പ്രദർശിപ്പിക്കുകയാണ്. കാൽവറിയിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം തീർന്നിട്ടില്ല. ഇന്ന് രാത്രി സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ യേശു എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിങ്ങൾ പറയുന്നതിലുപരിയായി നിങ്ങളുടെ ചുറ്റുമുള്ള യഹൂദന്മാർ നോക്കിയിട്ട് പറയും, നോക്കൂ, യേശുവിന് ഇവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെടും. ചിലപ്പോൾ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം കഴിഞ്ഞ ചില നാളുകളായി പ്രദർശിപ്പിക്കപ്പെടാതെ നിങ്ങൾ തന്നെ ആശങ്കപ്പെടുന്നുണ്ടായിരിക്കും. കർത്താവേ, നിനക്കെന്നോട് സ്നേഹമില്ലയോ, നിനക്കെന്നോട് കരുതലില്ലയോ എന്ന്. വിശ്വസിക്കാൻ, തിരുവെഴുത്ത് അവിടെ പറയുന്നത് ഇങ്ങനെയാകുന്നു, യഹൂദന്മാർ പറഞ്ഞു, നോക്കൂ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. യഹൂദന്മാർ പറഞ്ഞു, ചുറ്റുപാടിലുള്ളവർ പറഞ്ഞു. ഇന്ന് വിശ്വസിക്ക്, എൻ്റെ ചുറ്റുപാടിലുള്ളവർ, എൻ്റെ പരിസരത്തുള്ളവർ പറയും, ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവനാണെന്ന്. യേശുവിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നെന്ന് ലോകം അറിയും. യേശുവിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നെന്ന് രാജ്യങ്ങൾ അറിയും. യേശുവിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നെന്ന് സഭകൾ അറിയും. വിശ്വസിക്ക്, യേശുവിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ യേശു എന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തും. എൻ്റെ യേശു എന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. എൻ്റെ യേശു എന്നോടുള്ള സ്നേഹത്തെ പുറത്തു കൊണ്ടുവരും. എന്നോടും നിങ്ങളോടുമുള്ള യേശുവിന്റെ സ്നേഹം എന്നും മറഞ്ഞിരിക്കുന്നതല്ല. എന്നോടും നിങ്ങളോടുമുള്ള യേശുവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടും, പുറത്തു വരും. അടുത്തതായി ആ വാക്യങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ, അതിന്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കല്ല് അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു 4-ാം ദിവസം ആ വീട്ടിൽ വന്നിട്ട്
യേശു അവിടുത്തെ ഒരു കല്ല്, ആ ഗുഹയുടെ കല്ല് മാറ്റാൻ തുടങ്ങി. യേശു ആ കല്ല് മാറ്റാൻ തുടങ്ങുമ്പോൾ മാർത്ത പറയാ, കർത്താവേ ആ കല്ല് മാറ്റരുത്, കർത്താവേ ആ കല്ല് മാറ്റരുത്, അത് മാറ്റിയ നാറ്റം വരും. കർത്താവേ ആ കല്ല് മാറ്റരുത്, അത് മാറ്റിയ നാറ്റം വരും. ഞങ്ങൾ ആ കല്ലതി വെച്ചത് നാറ്റം വരാതിരിക്കാനാ. കർത്താവേ ആ കല്ല് മാറ്റരുത്, കല്ല് മാറ്റിയ നാറ്റം വരും. ജീവിതത്തിന്റെ ചില വേളകളിൽ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, കർത്താവേ ആ കല്ല് മാറ്റരുത്, കർത്താവേ ഈ വിഷയത്തിൽ അങ്ങനെ നീ ചെയ്യരുത്, കർത്താവേ ആ ഒരു പാതയിൽ കൂടി എന്നെ കടത്തരുത്, കർത്താവേ ആ ഒരു പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, കർത്താവെ ആ ഒരു വിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, കർത്താവെ അതെന്റെ ജീവിതത്തിൽ അനുവദിക്കരുത്, കർത്താവെ ആ കല്ല് മാറ്റരുത്, കർത്താവെ ആ കല്ല് മാറ്റരുത്. മാർത്ത പറയാ, കർത്താവെ ആ കല്ല് മാറ്റരുത്, നാറ്റം വരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ആ കല്ല് മാറ്റാൻ തുടങ്ങിയത് നാറ്റം വരുത്താൻ വേണ്ടിയല്ല, കല്ല് മാറ്റാൻ തുടങ്ങിയത് അത്ഭുതം കാണിക്കാൻ വേണ്ടിയാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കല്ലുകൾ മാറ്റുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചങ്കിടിക്കും, കർത്താവെ അത് ചെയ്യരുത്, ചെയ്താൽ ഞാൻ നാറും കർത്താവെ, ചെയ്താൽ ഞാൻ തകരും കർത്താവെ, ചെയ്താൽ ഞാൻ പൊളിയും കർത്താവെ, ചെയ്താൽ എന്റെ വിശ്വാസം പോകും കർത്താവെ, ചെയ്താൽ പിന്നെ ഞാൻ ആടിപ്പോകും കർത്താവെ, ചെയ്താൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കർത്താവെ, ചെയ്താൽ പിന്നെ എന്നെ കൊണ്ട് പറ്റുകയില്ല കർത്താവെ. കർത്താവെ അങ്ങനെ ഒരു പരീക്ഷയിലേക്ക് എന്നെ കടത്തല്ലേ, കർത്താവെ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എന്നെ കടത്തല്ലേ, കർത്താവെ അങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരരുതേ, കർത്താവെ എന്റെ കുഞ്ഞിന് ഈ ഒരു എക്സാമിൽ ഒരിക്കലും എന്റെ കുഞ്ഞ് പരാജയപ്പെടല്ലേ, കർത്താവെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഉറപ്പായിട്ടും ഈ ജോലി തന്നെ എന്റെ കുഞ്ഞിന് കിട്ടണേ. പ്രിയരെ, പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടല്ലേ, പരാജയപ്പെടുത്തല്ലേ, പരാജയപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിടത്ത് ദൈവം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ അനുവദിക്കല്ലേ, അനുവദിക്കല്ലേ, അനുവദിക്കല്ലേ എന്ന് പറഞ്ഞിടത്ത് കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ചെയ്യരുതേ, ചെയ്യരുതേ, ചെയ്യരുതേ എന്ന് പറഞ്ഞിടത്ത് കർത്താവ് ചെയ്തിട്ടുണ്ട്. ചെയ്യണം, ചെയ്യണം, ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് പലയിടത്തും കർത്താവ് ചെയ്യാതിരുന്നിട്ടുമുണ്ട്. ആമേൻ. മാർത്ത പറഞ്ഞപ്പാ, യേശുപ്പാ, ഗുരു കല്ല് നീക്കരുത്, കല്ല് നീക്കരുത്, നാറ്റം വരും. പക്ഷേ യേശു കല്ല് നീക്കിച്ചു. മാർത്ത പറഞ്ഞതിനെ കേൾക്കാതെ യേശു കല്ല് നീക്കിച്ചു. ഇന്ന് രാത്രികാലം എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ കർത്താവ് ചിലത് നീക്കും. നിങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാതെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് നീക്കും. നിങ്ങൾ വളരെ പരിശ്രമത്തോ, നിങ്ങൾക്ക് ബുദ്ധി, മാർത്തയ്ക്കും മറിയത്തിക്കും ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ കല്ലെടുത്ത് വെച്ചത്? ഇല്ല, അവരുടെ ബുദ്ധിക്ക് ആ കല്ല് അവിടെ വെക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നല്ലതെന്ന് കരുതിയ ചില വിഷയങ്ങളെ കർത്താവ് തിരിച്ചു മറിക്കും. നിങ്ങൾക്ക് പ്രയോജനം ഇല്ലെന്ന് തോന്നുന്ന അളവിൽ നിങ്ങൾ നാറിപ്പോകും, നിങ്ങൾ ലജ്ജിച്ചു പോകും, നിങ്ങൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ നാണം കെടുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ അത് വേണ്ട കർത്താവേ, വേണ്ട കർത്താവേ എന്ന് പറഞ്ഞാലും കർത്താവ് അത് അംഗീകരിക്കാതെ അവൻ ആ കല്ല് മാറ്റും. പക്ഷെ ഒന്നറിയണം, നീ ചിന്തിക്കുന്നത് പോലെ നാറ്റം വരാനല്ല അവൻ കല്ല് മാറ്റുന്നത്. ആമേൻ. മരിച്ചവൻ പുറത്തു വരാനാ, അത്ഭുതം പുറത്തു വരാനാ, അടയാളം സംഭവിക്കാനാ, വിടുതലുകൾ ഉണ്ടാകാനാ, തിരുനാമം മഹത്വപ്പെടാനാ. നിന്റെ കുടുംബത്തിൽ ഒരു നാറ്റം കൊണ്ടുവരാനല്ല അവൻ കല്ല് നീക്കുന്നത്. നിന്റെ കുടുംബത്തിൽ ഒരു ലജ്ജ കൊണ്ടുവരാനല്ല, നിന്റെ തലമുറ തകരാനല്ല, നിന്റെ ജീവിതം നാശമാവാനല്ല, നിന്റെ ജീവിതം ഒരു പരസ്യകോലമാകാനല്ല, പകരം മരിച്ചവൻ പുറത്തു വരാനാ ആ കല്ല് അവൻ മാറ്റുന്നത്. വിശ്വസിക്ക്, വിശ്വസിക്ക്. നാറ്റം വരാനല്ല കർത്താവ് കല്ല് മാറ്റുന്നത്. പകരമോ, എന്റെ കർത്താവ് കല്ല് മാറ്റുന്നുണ്ടെങ്കിൽ നാറ്റം വരാനല്ല അത് മാറ്റുന്നത്, നാറ്റം വരാനല്ല അത് മാറ്റുന്നത്, മരിച്ചത് എനിക്ക് നഷ്ടമായതൊക്കെ മടക്കിയെടുക്കാനാ. ആമേ. ഈ കല്ല് മാറ്റാൻ നേരം മാർത്ത എന്താ ചിന്തിച്ചെന്നറിയോ? നാറ്റം വരുമെന്നാ ചിന്തിച്ചത്. പക്ഷെ കല്ല് മാറ്റിയപ്പോ നാറ്റമല്ല വന്നത്, അവൾക്ക് നഷ്ടമായത് ആണ് മടങ്ങി വന്നത്. വിശ്വസിക്ക്, നിനക്കൊരു നാറ്റം വരുത്താനല്ല അവൻ ചില വേളകളിൽ നിന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കുന്നത്. പകരം നിനക്ക് നഷ്ടമായത് ചിലത് മടക്കി തരാനാ. ജീസസ്. അതിനകത്ത് ഞാൻ മറ്റൊന്നുകൂടെ പറയട്ടെ. മാർത്തയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു സാഹോദര്യ ബന്ധമായിരുന്നു. കർത്താവ് അവൾക്ക് അവളുടെ സഹോദരനെ മടക്കി നൽകിയത്. ഈ സന്ധ്യാവേളയിൽ എന്റെ സഹോദരങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളിൽ കൂടെ ദൈവം നടത്തി വിടുമ്പോൾ ചില ബന്ധങ്ങളെ ദൈവം നമുക്ക് പുനഃസ്ഥാപിച്ചു തരികയാണ്. കഴിഞ്ഞ നാളുകളിൽ എവിടെയോ ഏതോ സാഹചര്യത്തിൽ ചില സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോയി.
ചില റിലേഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കർത്താവ് ആ കല്ല് നീക്കുന്നത്, ചില നാറ്റം വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില ഇടങ്ങളിലേക്ക് കർത്താവ് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്, എന്റെ സഹോദരങ്ങളെ അറിയണം, ആ നഷ്ടമായി പോയ ബന്ധങ്ങളെ മടക്കിയെടുക്കാൻ വേണ്ടിയാ, മടക്കിയെടുക്കാൻ വേണ്ടിയാ. ആമേൻ. അടുത്തതായി യേശു കർത്താവ് ലാസറിന്റെ വീട്ടിൽ വന്നു. യേശു കർത്താവ് ലാസറിന്റെ വീട്ടിൽ വന്നിട്ട് മാർത്തയുടെ അടുക്ക പറഞ്ഞു, മറിയെ ഞാൻ വിളിക്കുന്നെന്ന് പറ, മറിയെ ഞാൻ വിളിക്കുന്നെന്ന് പറ. യേശു മറിയെ വിളിച്ചു. അത് ആശ്വസിപ്പിക്കാനായിരുന്നു, അത് വിശ്വസിപ്പിക്കാനായിരുന്നു. എന്നാൽ രണ്ടാമത് യേശു ആ വീട്ടിൽ നിന്ന് വേറൊരാളെ കൂടെ വിളിച്ചു, ലാസറിനെ വിളിച്ചു. അത് അത്ഭുതത്തിന് വേണ്ടിയായിരുന്നു. യേശു അവിടെ നിന്ന് 2 പ്രാവശ്യം വിളിച്ചു. ഒന്ന് മറിയത്തിനെ വിളിച്ചു, 2 ലാസറിനെ വിളിച്ചു. ഒന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു, 2 അത്ഭുതങ്ങൾക്കായിട്ടായിരുന്നു. എൻ്റെ യേശു എന്നെ വിളിച്ചത് അത്ഭുതത്തിന് വേണ്ടിയാണ്, മരണത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എന്നാൽ അതിന്റെ 45-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 45-ാം വാക്യം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ആ യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. എങ്ങനെയാണെന്നറിയാവോ? അവര് പള്ളി പോയതല്ല, അവർ യേശുവിന്റെ പ്രഭാഷണം കേൾക്കാൻ കടൽ തീരത്ത് പോയവരല്ല, അവര് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മരുഭൂമിയിൽ ആ നിർജ്ജന സ്ഥലത്തേക്ക് പോയവരല്ല. അവർ യേശുവിൽ വിശ്വസിച്ചു. എന്തുകൊണ്ട്? അവര് മറിയത്തിന്റെ വീട്ടിൽ വന്നവരായി, അവര് മറിയത്തിന്റെ അടുക്കൽ വന്നവരായി. അവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ. സഹോദരങ്ങളെ, നമ്മുടെ അടുക്കൽ വരുന്ന യഹൂദന്മാർ അവൻ ചെയ്തത് കണ്ടു. നമ്മുടെ അടുക്കൽ വരുന്ന മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ പറയുന്നതല്ല. മറിയയുടെ വീട്ടിൽ വന്ന യഹൂദന്മാർ ദൈവപ്രവൃത്തിയെ മറിയയുടെ വീട്ടിൽ കണ്ടു. ഈ നാളുകളിൽ നമ്മുടെ അടുക്കൽ വരുന്നവർ, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ അവൻ ചെയ്തത് കണ്ടു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദൻ അവൻ ചെയ്യുന്നത് കണ്ടു. ഈ രാത്രി ദൈവമക്കളെ, നമുക്കതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. എൻ്റെ അടുക്കൽ വരുന്ന മറ്റുള്ളവർ, എൻ്റെ അടുക്കൽ വരുന്ന മറ്റുള്ളവർ യേശു ചെയ്യുന്നതിനെ കാണും. എൻ്റെ അടുക്കൽ വരുന്ന മറ്റുള്ളവർ, എൻ്റെ വീട്ടിൽ വരുന്നവർ ദൈവപ്രവൃത്തിയെ കാണും. എൻ്റെ വീട്ടിൽ വരുന്നവർ യേശുവിൻ്റെ അത്ഭുതം കാണും. എൻ്റെ വീട്ടിൽ ചെയ്യുന്നവർ യേശുവിൻ്റെ സ്നേഹം കാണും. ആ യഹൂദന്മാർ പ്രധാനമായി കണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യഹൂദന്മാരെ ആദ്യം കണ്ടു, നോക്കൂ ഇവൻ എത്ര പ്രിയമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ അവൻ അറിയണം. ആമേൻ. മറിയയുടെ വീട്ടിൽ വന്നവർ ആദ്യം കണ്ടത് എന്താണെന്നറിയാവോ? യേശുവിൻ്റെ സ്നേഹത്തെയാ കണ്ടത്. യേശുവിൻ്റെ സ്നേഹത്തെ നോക്കൂ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. യേശുവിന്റെ സ്നേഹത്തെ അവർ കണ്ടു. രണ്ടാമത്, യേശു ചെയ്തതിനെ കണ്ടു. ഈ രാത്രി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, എൻ്റെ വീട്ടിൽ ആര് വന്നാൽ, എന്നോട് ആര് സഹകരിച്ചാൽ അവർ യേശുവിന്റെ സ്നേഹത്തെ അറിയണം, അവർ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയണം. അല്ല, അതിലുപരിയായി ദൈവത്തിന്റെ പ്രവർത്തികളെ അവർ കാണണം. മറിയയുടെ അടുക്കൽ വന്നവർ അവൻ ചെയ്തത് കണ്ടു. ഈ 2021 എൻ്റെ അടുക്കൽ വരുന്നവർ, ഏത് കാര്യത്തിനും ആയിരിക്കട്ടെ, എൻ്റെ അടുക്കൽ വരുന്നവർ യേശുവിനെ കാണും, അവന്റെ സ്നേഹത്തെ കാണും, അവന്റെ പ്രവർത്തികളെ കാണും. ദൈവമേ, ബഥാനിയിലെ ലാസറിന്റെ വീട് പോലെ എൻ്റെ വീട് യേശുവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു വീടായിരിക്കണമേ. യേശുവിന്റെ കരുണ വെളിപ്പെടുത്തുന്ന ഒരു വീടായിരിക്കണമേ. യേശുവിന്റെ അത്ഭുതം വെളിപ്പെടുത്തുന്ന ഒരു വീടായിരിക്കണമേ. യേശുവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ഒരു വീടായിരിക്കണമേ. യേശുവിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു വീടായിരിക്കണമേ. യേശുവിന്റെ അധികാരം വെളിപ്പെടുത്തുന്ന ഒരു വീടായിരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മറിയയുടെ അടുക്കൽ കടന്നു വന്ന യഹൂദന്മാർ മറിയയുടെ കൂടിരുന്ന് കരയാനാ വന്നത്, മറിയയെ ആശ്വസിപ്പിക്കാനാ വന്നത്, മറിയയ്ക്കൊരു ഹെൽപ്പ് ചെയ്യാനാ വന്നത്. അവർ പോലും യേശുവിന്റെ മഹത്വം കണ്ടു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ പോലും യേശുവിനെ കണ്ടു മടങ്ങിപ്പോകുവാൻ
അവന്റെ ശക്തി കണ്ട് മടങ്ങിപ്പോകുവാൻ, അവന്റെ പ്രവൃത്തി കണ്ട് മടങ്ങിപ്പോകുവാൻ ഇടവരട്ടെ. ഗർവിയെ അവൻ ദൂരത്ത് നിന്നറിയുന്നു, നമ്മളെയോ അവൻ അടുത്ത് വന്നറിയുന്നു. അവന്റെ സാന്നിധ്യത്തിനായി, അവന്റെ സാമീപ്യത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. അവന്റെ സാന്നിധ്യത്തിനായി, അവന്റെ സാമീപ്യത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരു ഡോക്ട്രിൻ ബേസ്ഡ് വിശ്വാസമല്ല, അതിലുപരിയായി അത്ഭുതങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാം. നമ്മോട് അവൻ എത്ര സ്നേഹമുണ്ടായിരുന്നുവെന്ന് അവൻ വെളിപ്പെടുത്തും, അവൻ പ്രദർശിപ്പിക്കും. നമ്മളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായിട്ട് അവൻ ചില കല്ലുകളെ മാറ്റും. നമ്മൾ എത്ര മാറ്റരുതെന്ന് പറഞ്ഞാലും അവൻ മാറ്റും, എത്ര നീക്കരുതെന്ന് പറഞ്ഞാലും അവൻ നീക്കും. കർത്താവെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും അവൻ ചെയ്യും. പക്ഷെ അറിയണ സഹോദരങ്ങളെ, അത് നമ്മളെ നാറ്റിക്കാനല്ല, അത്ഭുതം ചെയ്യാനാ. അത്ഭുതം ചെയ്യാനാ. നമുക്ക് വിശ്വസിക്കാം. മറിയയുടെ വീട്ടിൽ വന്ന യഹൂദന്മാർ അവൻ ചെയ്തത് കണ്ടു. നമ്മുടെ ജീവിതവും യേശുവിനെ വെളിപ്പെടുത്തുന്ന, യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന, യേശുവിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ജീവിതമായി തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ. ദൈവബലം നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.